ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അത്തരത്തിൽ അല്ലാഹുവിനെ മാത്രം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ ഗൗരവത്തോടു കൂടെ പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്. മനുഷ്യരെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം ചെറുതും വലുതുമായതും നൽകിക്കൊണ്ട് മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വിടുകയും ചെയ്ത റബ്ബ്, ആ റബ്ബിലേക്ക് ഒരു അടിമയായ മനുഷ്യന് അടുക്കുവാൻ കഴിയുന്ന ഏതൊക്കെ വഴികളുണ്ടോ ആ വഴികളിലൂടെയെല്ലാം, ഇസ്ലാം നിർദ്ദേശിച്ച, ഇസ്ലാം പഠിപ്പിച്ച ആ വഴികളിലൂടെയെല്ലാം റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗം കണ്ടെത്തണം എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയായ ഒരു കാര്യമാണ്. റബ്ബിലേക്ക് അടുക്കുവാനോ അതല്ലെങ്കിൽ റബ്ബിലേക്ക് ഒരാളെ അടുപ്പിക്കുവാനോ യഥാർത്ഥത്തിൽ അടിമയുടെയും ഉടമയായ റബ്ബിൻ്റെയും ഇടയിൽ ഒരു ഇടയാളൻ്റെ, ഒരു മധ്യവർത്തിയുടെ, ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യം ഇല്ല എന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഒരു ആഴ്ചയിൽ നമ്മൾ കണ്ട രണ്ട് വാർത്തകൾ, രണ്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവ്, അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പ്രയോഗിച്ച ഒരു പ്രയോഗം വലിയ വിവാദമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഉടമയിലേക്ക് അടുക്കുവാൻ എന്തിനാണ് ഒരു ഇടയാളൻ എന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മുസ്ലിങ്ങളായ സുന്നികളായ ഞങ്ങളുടെ ആദർശത്തിനും ഞങ്ങളുടെ വിശ്വാസത്തിനും അത് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർ. രണ്ടാമത്തേത്, ആ വിഷയത്തിൻ്റെ വാല് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ട അതേ വിഭാഗത്തിൻ്റെ തന്നെ വിദ്യാർത്ഥി ഘടകത്തിൻ്റെ ഒരു പോസ്റ്റർ, ഒരു ഫ്രൈഡേ സന്ദേശം എന്നുള്ളൊരു പോസ്റ്റർ. അതിൽ പറയുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാഇന്റെ 64-ാമത്തെ വചനവും ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഇടയാളന്മാരെ സ്വീകരിക്കാം, അഥവാ ഇസ്ലാമിൽ ഇടയാളന്മാരെ സ്വീകരിക്കാം. ഈ രണ്ട് വിഷയവും പ്രതിനിധാനം ചെയ്യുന്നത് ഇസ്ലാം അഭിമുഖീകരിക്കുന്ന തവസ്സുൽ എന്ന വിഷയത്തിലാണ്. ഈ രണ്ട് വിഷയവും ഈ പോസ്റ്ററുകൾ പുറത്തുവിട്ട ആളുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാം അനുവദിച്ചു തന്ന തവസ്സുൽ എന്ന മാർഗത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും തവസ്സുലിനെ തെറ്റായ രൂപത്തിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും വിശ്വാസികളുടെ വിശ്വാസത്തിലേക്ക് ശിർക്കെന്ന മഹാപാപത്തെ കലർത്തുകയും അങ്ങനെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വഴിതെറ്റിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അപകടകരമായ ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വസീല അല്ലെങ്കിൽ എന്താണ് തവസ്സുൽ എന്ന് കൃത്യമായി മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് മുസ്ലിങ്ങൾക്കിടയിലേക്ക് കയറിക്കൂടിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഇടയാളന്മാരെ സ്വീകരിക്കണമെന്ന് പറയുന്ന ആശയങ്ങളെ, വാദങ്ങളെ, അഭിപ്രായങ്ങളെ എതിർക്കപ്പെടേണ്ടത് എന്തുകൊണ്ടാണെന്നും എന്തുകൊണ്ടാണത് തെറ്റാണ് എന്ന് പറയുന്നതെന്നും നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇല്ല എങ്കിൽ ഒരുപക്ഷെ ആ അപകടത്തിൽ തെറ്റിദ്ധാരണകൾ നമുക്കും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 35-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വബ്തഗൂ ഇലൈഹി അൽ വസീല വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലാഹു പറയാൻ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ, നിങ്ങളുടെ ഇലാഹായ, നിങ്ങളുടെ ആലിഹായ, നിങ്ങളുടെ റബ്ബായ, നിങ്ങളുടെ ഖാലിഖായ, റാസിഖായ അല്ലാഹു ഉണ്ടല്ലോ, ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും വബ്തഗൂ ഇലൈഹി അൽ വസീല, എന്നിട്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് അല്ലാഹു പറയാ. വജാഹിദു ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയും അങ്ങനെ നിങ്ങൾ വിജയം പ്രാപിക്കുകയും ചെയ്തേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. അപ്പൊ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. സൃഷ്ടാവായ റബ്ബിലേക്ക് വിശ്വാസികളായ അടിമകളായ ആളുകളോട് നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴി നിങ്ങൾ സ്വീകരിക്കണം. വബ്തഗൂ ഇലൈഹി അൽ വസീല, പടച്ച റബ്ബിലേക്ക് അടുക്കുവാനുള്ള മാർഗം, പടച്ച റബ്ബിലേക്ക് അടുക്കുവാനുള്ള വഴി നിങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കുകയും ചെയ്യണം എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 35-ാമത്തെ വചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചത്. ഇവിടെ ഈ ആയത്തിന്റെ ഉദ്ദേശത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും അല്ലാഹു ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടും പടച്ച റബ്ബിലേക്ക് അടുക്കുവാനാണ് അല്ലാഹു പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഉപേക്ഷിക്കുവാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടും നിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്നാൽ കൽപ്പിക്കുവാൻ ആവശ്യപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പടച്ച റബ്ബിലേക്ക് അടുക്കുവാൻ. കാരണം അള്ളാഹു ആ ആയത്തിൽ വിശ്വാസികൾ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വബ്തഗൂ ഇലൈഹി അൽ വസീല എന്ന് പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മാർഗം തേടണം, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴി നിങ്ങൾ സ്വീകരിക്കണം. രണ്ടാമത്തേത്, അവന്റെ സാമീപ്യം നേടാൻ,
ആ സാമീപ്യം നേടാനുള്ള മാർഗം അവലംബിക്കുന്നവർക്ക് അവർക്കാണ് രക്ഷ എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിലേക്ക് അടുക്കണം എന്നും അങ്ങനെ അടുത്തവർക്കാണ് രക്ഷ എന്നും ഈ വിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാൻ. ഇനി എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത് എന്നാണ്. അവിടെയാണ് നമുക്കിടയിലെ അഭിപ്രായ വ്യത്യാസമുള്ളത്. അവിടെയാണ് മുജാഹിദും സമസ്തയും തുറന്നു പറയുന്നത് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് സമസ്തയും മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും മറ്റുള്ള മുസ്ലിം സംഘടനകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെ അടുക്കണം എന്നുള്ള കാര്യത്തിൽ. അടുക്കണം എന്നുള്ള വിഷയത്തിൽ എല്ലാവർക്കും ഒരൊറ്റ അഭിപ്രായം, പടച്ച റബ്ബിലേക്ക് അടുക്കണം. പടച്ച റബ്ബിലേക്ക്, നമ്മുടെ ഇലാഹായ, നമ്മുടെ സൃഷ്ടാവായ റബ്ബിലേക്ക് അടുക്കണം എന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്ന സംഗതിയാണ്. പക്ഷെ എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് അടുക്കേണ്ടത്? 3 വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വസീല തേടാം. അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങൾ 3 വഴികളിലൂടെ ഒരു വിശ്വാസിക്ക് കണ്ടെത്താം എന്ന് ഇസ്ലാമിക ലോകത്തെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാൻ. ഒന്നാമത്തെ കാര്യം എന്താണ്? അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുക. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ നാമങ്ങളായി പഠിപ്പിച്ചു തന്ന, അല്ലാഹുവിന്റെ സിഫത്തുകളായി പഠിപ്പിച്ചു തന്ന, അല്ലാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളായി പഠിപ്പിച്ചു തന്ന 99 അസ്മാഉ സിഫാത്തുകൾ, ആ 99 അസ്മാഉ സിഫാത്തുകൾ ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ പേരുകൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാധാരണ പ്രാർത്ഥിക്കല് അല്ലാഹുമ്മ റബ്ബന യാ റബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതുപോലെ ബാക്കിയുള്ള പടച്ച റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് പ്രാർത്ഥനയിലൂടെ അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആന്റെ ആയത്ത് അതിന് തെളിവാൻ. അല്ലാഹു പറഞ്ഞു വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, എനിക്ക് അല്ലാഹു പറയാൻ അല്ലാഹുവിന് അത്യുന്നതങ്ങളായ ഒരുപാട് ഇസ്മുകളുണ്ട്, നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഫദ്ഉഹു ബിഹാ, ആ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ അല്ലാഹുവിലേക്ക് വസീല തേടാം. അവിടെ ഇടയാളന്മാരുടെ ആവശ്യം വരുന്നില്ല. ഇടയാളന്മാരുടെ ആവശ്യം അവിടെ ഇല്ല. എന്റെ പ്രാർത്ഥനയിൽ പടച്ച റബ്ബിന്റെ അസ്മാഉ സിഫാത്തുകൾ ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അസ്മാഉകളും അല്ലാഹുവിന്റെ ഗുണങ്ങളും അല്ലാഹുവിന്റെ വിശേഷണങ്ങളും അല്ലാഹുവിന്റെ നാമവും ഉച്ചരിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കും ആ റബ്ബിന്റെയും ഇടയിൽ ഒരു മഖ്ലൂക്കിന്റെയും ഒരു സൃഷ്ടിയുടെയും മറ്റൊരു അടിമയുടെയോ മരണപ്പെട്ടവരുടെയോ ജീവിച്ചിരിക്കുന്നവരുടെയോ ജീവനുള്ള വസ്തുവിന്റെയോ ജീവനില്ലാത്ത വസ്തുവിന്റെയോ അജൈവമായതിന്റെയോ നിർജീവമായതിന്റെയോ ഒന്നിന്റെയും ഒരു സാന്നിധ്യം എനിക്കും റബ്ബിന്റെ ഇടയിലും ഇല്ല. കാരണം ഞാൻ നേരിട്ട് പ്രാർത്ഥിക്കുന്നത് റബ്ബിനോടാണ്. ഒന്നാമത്തെ മാർഗം അതാണ്. ഇനി രണ്ടാമത്തെ മാർഗമോ? രണ്ടാമത്തെ മാർഗം അത്തവസ്സുലു ഇലല്ലാഹി തആല ബിഅമലിൻ സ്വാലിഹിൻ ഖാമ ബിഹി അദ്ദാഇ. രണ്ടാമത്തെ അത് ഞാൻ ചെയ്ത എന്റെ സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ സംഭവം നമുക്കറിയാം. എന്താണ് ആ ഗുഹയിൽ അകപ്പെട്ട 3 ആളുകളുടെ സംഭവം? അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, സമിഅതു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. റസൂൽ ഇങ്ങനെ പറയാ, വിശദമായ ഹദീസാൻ, ഇൻതലക സലാസതു നഫരിൻ മിമ്മൻ കാന ഖബ്ലകും ഹത്താ ആവാഹുൽ മബീതു ഇലാ ഗാരിൻ ഫദഖലൂഹു. 3 ആളുകൾ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിലെ 3 ആളുകൾ അവരൊരു യാത്ര പുറപ്പെടുക. അങ്ങനെ രാത്രിയായപ്പോൾ അവരൊരു ഗുഹക്കുള്ളിൽ കയറി താമസമാക്കി. ഗുഹക്കുള്ളിൽ കയറി അവര് താമസമാക്കി. ആ ഗുഹാമുഖത്തേക്ക് ഫൻഹദറത് സുഖ്റത്തും മിനൽ ജബലി ഫസദ്ദത് അലൈഹിൽ ഗാർ. ആ ഗുഹാമുഖത്തേക്ക് വലിയ പാറക്കല്ല് ആ മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ടു വന്ന് ആ ഗുഹാമുഖം അടച്ചു വെച്ചു. അവർക്ക് പുറത്തെടുക്കാൻ വേറെ വഴിയില്ല. അവർ 3 പേരും അതിനുള്ളിലാണ്. ഇന്നത്തെ സംവിധാനങ്ങളെ പോലെ നമുക്കറിയാം,
കർണാടകയിലെ അർജുൻ എന്ന് പറയുന്ന ഒരു യുവാവിന് വേണ്ടി 11ാമത്തെ ദിവസം അത്യാധുനികമായ സകല സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ തെരച്ചിൽ നടത്തുക. ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഒരു ഗുഹക്കുള്ളിൽ 3 ആളുകൾ അകപ്പെട്ടു പോവാൻ. ആ 3 ആളുകൾ രക്ഷപ്പെടാനുള്ള മാർഗം ഫഖാലു, അവർ പറയാ, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സ്വഖറ ഇല്ലാ അൻ തദുല്ലാഹ തആല ബിസ്വാലിഹി അഹ്മാലിക്കും. അവർ പറയാണ്, ഈ ഗുഹാമുഖത്ത് നിന്നും ഈ ഗുഹക്കുള്ളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ അല്ലാഹുക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയൂല. അതിന് നമ്മളെന്താ വേണ്ടതെന്നറിയോ? തദുല്ലാഹ തആല ബിസ്വാലിഹി അഹ്മാലിക്കും. നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ 1ാമത്തെ ആൾ പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചെന്താ? അല്ലാഹുമ്മ കാന ലി അബവാനി ശൈഖാനി കബീറാനി വകുൻതു ലാ അഗ്ബികു ഖബ്ലഹുമാ അഹ്ലൻ വലാ മാലൻ. അങ്ങനെ അദ്ദേഹം പറയാൻ 1ാമത്തെ ആൾ പറഞ്ഞു, അല്ലാഹുവേ, എനിക്ക് വൃദ്ധയായ ഒരു ഉമ്മയുണ്ട്, വൃദ്ധനായ ഒരു ഉപ്പയുണ്ട്. ആ ഉമ്മക്കും ഉപ്പക്കും നൽകിയിട്ടല്ലാതെ എന്റെ സ്വത്തോ എന്റെ സ്നേഹമോ എന്റെ വാത്സല്യമോ ഒന്നും ഞാൻ മറ്റൊരാൾക്ക് നൽകലില്ല. അങ്ങനെ ഒരിക്കൽ ഞാനൊരു ദീർഘമായ യാത്ര പോയി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം വരെ എന്റെ ഉപ്പക്കും എന്റെ ഉമ്മക്കും ഞാൻ പാല് കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല. അങ്ങനെ ഞാൻ എന്റെ യാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ എന്റെ ഉപ്പക്കും ഉമ്മക്കും ഭക്ഷണം നൽകാത്തതിന്റെ കാരണത്താൽ ഞാൻ ആ ഭക്ഷണം എന്റെ കുട്ടികൾക്കും നൽകിയില്ല. എന്റെ കുട്ടികൾക്ക് നൽകാത്തത് ഉപ്പക്കും ഉമ്മക്കും കൊടുത്തിട്ടേ കുട്ടികൾക്ക് നൽകുള്ളൂ. ഉപ്പയോടും ഉമ്മയോടുള്ള കടമ നിർവഹിച്ചിട്ട് സ്വന്തം മക്കളോടുള്ള കടമ നിർവഹിക്കാൻ ആ പിതാവ്, ആ മകൻ തയ്യാറായിട്ടുള്ളൂ. അങ്ങനെ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വന്നപ്പോഴേക്ക് എന്റെ ഉമ്മയും ഉപ്പയും ക്ഷീണിതയായിക്കൊണ്ട് കിടന്നുറങ്ങിയിരുന്നു. എന്റെ മക്കളാവട്ടെ ആ പാലിന് വേണ്ടി അങ്ങേയറ്റം ദാഹിച്ചു വിശന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്റെ ഉപ്പയും ഉമ്മയും എണീച്ച് അവരുടെ വിശപ്പടക്കിയതിനു ശേഷം മാത്രമാണ് റബ്ബേ ഞാൻ എന്റെ കുട്ടികൾക്ക് ആ ഭക്ഷണം നൽകിയത്. റബ്ബേ, അതൊരു സൽക്കർമ്മമാണെങ്കിൽ ഞങ്ങളെ ഗുഹാമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അല്ലാഹു കേട്ടു. അദ്ദേഹം പടച്ച റബ്ബിലേക്ക് അടുത്തത് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. 2ാമത്തെ ആൾ പ്രാർത്ഥിച്ചത് എന്താ? 2ാമത്തെ ആൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹു കാനത് ലി ഇബ്നതു അമ്മ. എന്റെ പിതൃ സഹോദരന്റെ ഒരു മകളുണ്ടായിരുന്നു. എളാപ്പ മൂത്താപ്പ ബന്ധത്തിലൊരു മകളുണ്ടായിരുന്നു. നമ്മളെ അനിയൻ ഒക്കെ പറയുന്ന ആ ബന്ധത്തിലുള്ള ഒരു സഹോദരി എനിക്കുണ്ടായിരുന്നു. അവൾ വലിയ സൗന്ദര്യവതിയാണ്. ഞാൻ അവളുമായി രമിക്കുവാൻ, ശാരീരിക ബന്ധത്തിലേർപ്പെടാൻ അങ്ങേയറ്റത്തെ താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷെ അവൾ അതിന് തയ്യാറായിരുന്നില്ല. ഒരിക്കൽ അവൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. ഞാനാണെങ്കിൽ അവൾക്ക് പണം കൊടുത്ത് സഹായിക്കാൻ തയ്യാറായി. പക്ഷേ ഒരു കണ്ടീഷൻ മുമ്പിൽ വെച്ചു. എന്താ കണ്ടീഷൻ? ഞാൻ നിനക്ക് പൈസ തരാം, പക്ഷെ ഇന്ന് രാത്രി ഇല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നീ എൻ്റെ കൂടെ കിടപ്പറ പങ്കിടണം. അങ്ങനെ നിവൃത്തിയില്ലാതെ ആ സഹോദരി അതിന് തയ്യാറാവാൻ പടച്ച റബ്ബിന്റെ ആ സഹോദരി ആ മനുഷ്യന്റെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ സഹോദരി ആ മനുഷ്യനോട് പറഞ്ഞു, ഇത്തഖില്ല, നീ പടച്ചോനെ സൂക്ഷിച്ചോട്ടോ. അള്ളയുണ്ട്, വേറെ ആരും കാണുന്നില്ലെങ്കിലും അള്ള കാണുന്നുണ്ട്, സൂക്ഷിച്ചോ. ആ മനുഷ്യൻ പടച്ച റബ്ബിന്റെ ആ ഭയം കാരണത്താൽ, അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധ്യം കാരണത്താൽ ആ തിന്മയിൽ നിന്നും അയാൾ പിന്മാറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പിന്മാറിയത് അല്ലാഹ് നിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ആ പ്രവർത്തനം ഒരു സൽക്കർമ്മമായി നീ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നീ ഞങ്ങളെ ഗുഹാമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തണം. അള്ളാഹു ഗുഹയുടെ പാറ, ആ ഗുഹാമുഖം അടഞ്ഞ പാറ ഒരൽപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുത്തു. ശാരീരികമായിട്ട് ചെറിയ അസ്വസ്ഥത, അതുകൊണ്ട് സംസാരം മുറിഞ്ഞു പോണത് കൊണ്ടാണ്, ക്ഷമ ചോദിക്കാൻ. മൂന്നാമത്തെ മനുഷ്യൻ പറയാണ്, അള്ളാഹുവേ, ഞാനൊരു ദിവസം കുറച്ചാളുകളെ ജോലിക്ക് വിളിച്ചു. ആ ജോലി കഴിഞ്ഞ് അവർ തിരിഞ്ഞു പോകുമ്പോ അവർക്കുള്ള ശമ്പളം, കൂലി കൊടുക്കാൻ നേരത്ത് ഒരു തൊഴിലാളിയെ കൂലി വാങ്ങാതെ അദ്ദേഹം പിരിഞ്ഞുപോയി. ഞാൻ ആ സമ്പത്ത് ഉപയോഗിച്ച് എൻ്റെ മൂലധനം വർദ്ധിപ്പിച്ചു, എൻ്റെ കന്നുകാലികളുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചു, എൻ്റെ ഒട്ടകങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ആ സമ്പത്തിലൂടെ എനിക്ക് ഒരുപാട് ലാഭമുണ്ടായി. വർഷങ്ങൾ കഴിഞ്ഞപ്പോ ആ ജോലിക്കാരൻ, ആ കൂലി വാങ്ങാതെ പോയ പണിക്കാരൻ തിരികെ വന്നിട്ട് പറഞ്ഞു, ഞാൻ അന്ന് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്ന ആളാണ്,
അന്ന് ഞാൻ പോയപ്പോ സമ്പത്ത് കൂലി വാങ്ങാതല്ലേ പോയത്, അന്നത്തെ എന്റെ കൂലി നിങ്ങൾ തരണം. ആ മനുഷ്യൻ പറഞ്ഞതാ, ഈ കാണുന്ന സമ്പത്ത് മുഴുവൻ നിനക്ക് തരാൻ വെച്ച കൂലി കൊണ്ട് ഞാൻ ഉണ്ടാക്കിയത്, അതൊക്കെ നീ എടുത്തോ, അതൊക്കെ നീ എടുത്തോ. ആ മനുഷ്യൻ പറയാ, പടച്ചറപ്പേ ഞാൻ ആ ചെയ്ത് നിന്റെ വജു ഉദ്ദേശിച്ചു കൊണ്ടാണെങ്കിൽ അള്ളാഹു ഈ ഗുഹാമുഖത്ത് നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ്. ആ 3 പ്രാർത്ഥനയും അള്ളാഹ് സ്വീകരിച്ചു. ആ 3 പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്ക് ആ ഗുഹയുടെ മുഖത്ത് നിന്നും ആ പാറ അള്ളാഹു പൂർണ്ണമായി നീക്കിക്കൊടുത്തു. അവർ രക്ഷപ്പെട്ടു. ചെയ്തു പോയ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടയാളന്മാരെ അള്ളാഹുവിലേക്ക് അടുക്കുക. ഇസ്ലാം പഠിപ്പിച്ച 2ാമത്തെ മാർഗം. ഇതിനും തർക്കല്ല. ഇനി തർക്കമുള്ള വിഷയം എവിടെയെന്നറിയോ? അതാണ് 3ാമത്തെ വിഷയം. ആ 3ാമത്തെ വിഷയത്തിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ തവസ്സുൽ എന്ന വിഷയത്തിൽ സംവാദങ്ങൾ വരെ 2 മുസ്ലിം പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ 2 മുസ്ലിം സംഘടനകൾ പേറുന്ന വിഷയത്തിൽ സംവാദങ്ങൾ വരെ നടന്ന 3ാമത്തെ വിഷയത്തിൽ ഏറ്റവും അപകടകരമായ, ഏറ്റവും ഗൗരവകരമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. എന്താണ് 3ാമത്തേത്? 3ാമത്തേത് അത്തവസ്സുലു ഇലല്ലാഹി ബിദുആഇ റജുലി സ്വാലിഹ്. സൽവൃത്തരായ സ്വാലിഹുകളായ മനുഷ്യരുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹിലേക്ക് അടുപ്പിക്കുക. സ്വാലിഹുകളായ നല്ലവരായ അള്ളാഹുവിന്റെ അടിമകളുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥന കൊണ്ട് റബ്ബിലേക്ക് അടുക്കുക. ഇതാണ് 3ാമത്തേത്. ഇതിനെന്താണ് തെളിവ്? നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ്, എന്ന് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഹലകത്തിൽ മവാശി വതഖത്തഅതി സുബുലു ഫദഉല്ലാഹ ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിർവഹിക്കാൻ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വരികയാണ്. എന്നിട്ട് അദ്ദേഹം പറയാ, റസൂലേ, ഞങ്ങളുടെ നാട്ടില് മഴയില്ലാത്തത് കൊണ്ട് ആകെ ദാരിദ്ര്യമാണ്, ഞങ്ങളുടെ നാട്ടിലാകെ പട്ടിണിയാണ്, ഞങ്ങളുടെ കൃഷിയെല്ലാം നശിച്ചുപോയി, മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങാൻ, മനുഷ്യർക്കെല്ലാം ഭയങ്കര പ്രയാസങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? മഴ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂൽ അന്ന് ജീവനോടെ ഉണ്ട്, റസൂൽ ജീവനോടെയുണ്ട്. ആ റസൂലിനോട്, റസൂലെ, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആ മനുഷ്യൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഫദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മനുഷ്യന്റെ നിർദ്ദേശപ്രകാരം റസൂൽ പ്രാർത്ഥിച്ചു. ഫമുതിർന മിനൽ ജുമുഅത്തി ഇലൽ ജുമുഅ, ആ വെള്ളിയാഴ്ച തൊട്ടടുത്ത വെള്ളിയാഴ്ച വരെ ആ നാട്ടിൽ സമൃദ്ധമായ മഴ ലഭിച്ചു, സമൃദ്ധമായ മഴ ലഭിച്ചു. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മസ്ഖിനാ അല്ലാഹുമ്മസ്ഖിനാ അല്ലാഹുമ്മസ്ഖിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചുകൊണ്ട് എന്ന് റസൂൽ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോ ഖാല അനസ് ബിൻ മാലിക് പറയാണ്, വലാ വല്ലാഹി മാ നറാ ഫിസ് സമാഇ മിൻ സഹാബിൻ വലാ ഖസഅതൻ വലാ ഷൈഅൻ വമാ ബൈനനാ വബൈന സൽഇൻ മിൻ ബൈത്തിൻ വലാ ദാരിൻ. അനസ് ബിൻ മാലിക് പറയാണ്, റസൂൽ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് വരെ ആകാശത്തൊരു കാർമേഘം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ റസൂൽ പ്രാർത്ഥിച്ചപ്പോ ആകാശത്തേക്ക് മഴ മൂടിയ കാർമേഘങ്ങൾ ഇരുണ്ടു മൂടിക്കെട്ടി. ഞങ്ങളുടെ വഴികളോ ഞങ്ങളുടെ വീടുകളോ ഒന്നും പരസ്പരം കാണാൻ കഴിയാത്തത്ര ഇരുട്ടിലേക്ക് ആ കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. അത്രമാത്രം ശക്തമായ മഴ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. പിറ്റത്തെ വെള്ളിയാഴ്ച അള്ളാഹുവിന്റെ റസൂല് പതിവ് പോലെ മിമ്പറിലേക്ക് കയറുമ്പോ ആ മനുഷ്യൻ വീണ്ടും വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, യാ റസൂലല്ലാഹ്, തഹദ്ദമത്തിൽ ബുയൂതു വഹലകത്തിൽ മവാശി ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ അല്ലാഹുമ്മ അലാ റൂസുൽ ജിബാലി വൽ ആകാമി വബുതൂനിൽ ഔദിയതി വമനാബിതി ഷജർ. രണ്ടാമത്തെ വെള്ളിയാഴ്ച ആ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, റസൂലേ, കഴിഞ്ഞ ആഴ്ച വരെ മഴയില്ലാതിരുന്നിട്ട് റസൂലെ ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ ഒരാഴ്ച, ഈ വെള്ളിയാഴ്ചയാകുന്നത് വരെ ശക്തമായ മഴ കാരണത്താൽ ഞങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടായി. ആ നാട്ടിൽ ചെറിയ പ്രളയം പോലെ ഉണ്ടായിരുന്ന
എന്നിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ടാമത്തെ ആഴ്ച അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവേ ഞങ്ങൾക്ക് പരീക്ഷണമായി കൊണ്ട് വലിയ പ്രയാസമായി കൊണ്ട് ഈ മഴയെ നീ വർഷിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കാർമേഘങ്ങളെല്ലാം അവിടുന്ന് പോയി, സൂര്യന്റെ ആ ഒരു പ്രകാശം ഞങ്ങൾക്ക് ലഭിച്ചു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ ആ പ്രവാചകനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. സംഗതി ഇസ്ലാം അനുവദിക്കപ്പെട്ട തവസ്സുലാണ്. ആ അനുവദിക്കപ്പെട്ട തവസ്സുൽ റസൂലിനോട് പറയലല്ല, ജീവിച്ചിരിക്കുന്ന ഒരാളോട് പറയലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്ന, യഥാർത്ഥ വിശ്വാസമുള്ള, അതുപോലെ തന്നെ കൃത്യമായ ഇബാദത്തുകൾ ചെയ്യുന്ന, അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിക്കുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുന്ന ഒരു മനുഷ്യൻ, അള്ളാഹുവിന് അങ്ങേയറ്റം തഖ്വയോടുകൂടെ, ഖുശൂഅോടുകൂടെ, ഭയഭക്തിയോടുകൂടെ ഇസ്ലാമിന്റെ വിഷയങ്ങൾ ഇടപെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് നമ്മളോട് പറയാണ്, നോക്കി നിങ്ങൾ ഞമ്മക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി, അതല്ലെങ്കിൽ എൻ്റെ അസുഖങ്ങൾ മാറാൻ വേണ്ടി, എൻ്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി, എൻ്റെ പ്രതിസന്ധികൾ മാറാൻ വേണ്ടി, എൻ്റെ പരീക്ഷണങ്ങൾ നീങ്ങിക്കിട്ടാൻ, എൻ്റെ മക്കളുടെ കല്യാണം നടക്കാൻ, എനിക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ, എൻ്റെ കടങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ, എൻ്റെ രോഗങ്ങൾ മാറിക്കിട്ടാൻ നിങ്ങൾ പടച്ച റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണട്ടോ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇസ്ലാം അത് അനുവദിച്ചു തന്ന തവസ്സുലാണ്. ഇസ്ലാം അത് അനുവദിച്ചു തന്ന തവസ്സുലാണ്. എപ്രകാരം? റസൂലിനോട് മഴ കിട്ടാത്ത നാട്ടിൽ നിന്നും ഒരാൾ വന്ന്, റസൂലെ ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല എന്ന് റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് റസൂലിനോട് പറഞ്ഞതുപോലെ പറയൽ നമുക്ക് അനുവദനീയമാണ്. എന്നാൽ ഇനി നോക്ക് നിങ്ങൾ, എവിടെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടൽ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടം വന്നു. അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മദീനയിൽ വലിയ ദാരിദ്ര്യമുണ്ടായി, മദീനയിൽ വലിയ പട്ടിണി ഉണ്ടായി, വെള്ളത്തിന് ക്ഷാമമുണ്ടായി, ഭക്ഷണം കിട്ടാതെ മനുഷ്യരും കന്നുകാലികളും ജീവനെടുക്കി തുടങ്ങി. ആ സമയത്ത് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന ഉമർ ബിൻ ഖത്താബ് കാന ഇദാ ഖഹതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ശേഷം ഭരണം നടത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ശേഷം ഇസ്ലാമിക ഭരണത്തിന്റെ ശിലാകേന്ദ്രം ഏറ്റെടുത്ത മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണം നടത്തുമ്പോൾ മദീനയിലുണ്ടായ ദാരിദ്ര്യത്തിൽ നിന്നും മഴ കിട്ടാൻ വേണ്ടി, പട്ടിണിയിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി, മഴ ലഭിക്കാൻ വേണ്ടി, അല്ലദീന ഇദാ ഖഹതു ഇസ്തസ്ഖാ ബിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഇസ്തിസ്കാ നമുക്കറിയാം, മഴ കിട്ടാനുള്ള നിസ്കാരത്തിനാണ് സ്വലാത്തുൽ ഇസ്തിസ്കാ എന്ന് പറയാം. സ്വലാത്തുൽ ഇസ്തിസ്കാന് നേതൃത്വം കൊടുക്കേണ്ടതാരാ? ആ നാട്ടിലുള്ള മതപരമായ വിജ്ഞാനമുള്ള, ഏറ്റവും കൂടുതൽ പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന, ഏറ്റവും നല്ല ഖുശൂഉള്ള, ഏറ്റവും നല്ല ഈമാനുള്ള ഒരു ആലിമായ ഒരു മനുഷ്യന്റെ നാട്ടിലുണ്ടെങ്കിൽ അയാളെയാണ് സ്വലാത്തുൽ ഇസ്തിസ്കായിന് ഇമാമായി നിശ്ചയിക്കേണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ മഴ കിട്ടാതെ വലിയ പട്ടിണിയും ദാരിദ്ര്യവും വന്നപ്പോ ഇസ്തിസ്കായിന് വേണ്ടി, സ്വലാത്തുൽ ഇസ്തിസ്കായിന് വേണ്ടി മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുക. ഇതുവരെ സംഗതി കറക്റ്റാ, ഇതുവരെ സംഗതി ശരിയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇനി എന്താണ്? മരണപ്പെട്ടു പോയ ആളുകളെ ഇടയാളന്മാരാക്കി ഇസ്ലാമിൽ അത്തരത്തിലുള്ള സമ്പ്രദായം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നവർ ഈ സംഭവം കൊണ്ടുവന്നിട്ട് പറയുന്നു, ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ടാ പറയല് മരണപ്പെട്ടവരെ ഇടയാളന്മാരാക്കാം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ബദർ ശുഹദാക്കളെയും, അതുപോലെ തന്നെ ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ടവരെയും, അതുപോലെ തന്നെ മുനമ്പത്ത് ബീവിയെയും, അതുപോലെ തന്നെ പ്രവാചകനെയും, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെയും, അതുപോലെ തന്നെ CM മടവൂരിനെയും, ഇങ്ങനെ തുടങ്ങി കേരളത്തിലുള്ള സകലമാന ജാറങ്ങളിൽ കിടക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഇടയാളന്മാരാക്കി പടച്ച റബ്ബിലേക്ക് അടുക്കുകയാണെന്ന പേരിൽ തവസ്സുൽ നടത്തുന്നവർ, അവർ തെളിവ് കൊണ്ടുവരുന്ന, അതിനെ ദുർവ്യാഖ്യാനിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവം
എന്നിട്ട് മഹാനായ അനസ് ഇബ്നു മാലിക് പറയുന്നു, അദ്ദേഹം ഉമറിന്റെ കാലഘട്ടത്തിൽ പ്രയാസം ഉണ്ടായപ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട് അങ്ങനെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഉമർ റളിയല്ലാഹു പറയാണ്, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതസ്ഖീനാ. ഈ വാക്കാണ് ഉദ്ധരിക്കല്. എന്തിന്? മരണപ്പെട്ടുപോയ ആളുകളോട് തവസ്സുൽ നടത്താൻ. എന്താ ഇതിനർത്ഥം? ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക. ഉമർ റളിയല്ലാഹു പറയാ, അല്ലാഹുവേ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക, ഞങ്ങൾ നിന്നിലേക്ക് തവസ്സുൽ നടത്തുമായിരുന്നു. ആരെക്കൊണ്ട്? ബിനബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട്. നിന്റെ നബിയായ, നിന്റെ പ്രവാചകനായ, നിന്റെ ദൂതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഞങ്ങൾ നിന്നിലേക്ക് തവസ്സുൽ നടത്തുമായിരുന്നു. ഫതസ്ഖീന, അപ്പോൾ നീ ഞങ്ങൾക്ക് മഴ നൽകുമായിരുന്നു. എന്നൊരു കഴിഞ്ഞില്ല, വഇന്നാ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ ഫസ്ഖിനാ. ഇപ്പൊ ഞങ്ങളിതാ റസൂലിന്റെ പിതൃവ്യനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോട്, ആ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഞങ്ങൾ തവസ്സുൽ നടത്തുന്നു. അവിടെ എന്തേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലിനെ കൊണ്ട് തവസ്സുൽ നടത്താതിരുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയുടെ ചാരയുള്ള ആയിഷ ബീവിയുടെ ഉർഫയിൽ, ആയിഷ ബീവിയുടെ പ്രത്യേകമായി സജ്ജമാക്കിയ റൂമിൽ മഹാനായ റസൂലിന്റെ ഖബറുണ്ട്. പക്ഷെ ആ ഖബറിൽ കിടക്കുന്ന വഫാത്തായ റസൂലെ, ആ റസൂലിനെ കൊണ്ട് ഞങ്ങൾ തവസ്സുൽ നടത്തുന്നു, ഞങ്ങൾക്ക് മഴ ഉണ്ടായി എന്ന് പറയുന്നതിന് പകരം മഹാനായ റസൂൽ കരീം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തത്, ജീവിച്ചിരിക്കുന്ന റസൂലിന്റെ പിതൃ സഹോദരൻ, റസൂലിന്റെ ഉപ്പയായ അബ്ദുള്ളയുടെ സഹോദരൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ട് അദ്ദേഹത്തോട് പറയാ, നിങ്ങൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ എവിടെയാ മരണപ്പെട്ടവരോട് തവസ്സുൽ നടത്തിയ തെളിവ് കിട്ടൂല. ഇതെവിടെയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ അടയാളന്മാരാക്കി സ്വീകരിക്കാം എന്നെവിടെയാണ് ഈ ഹദീസിന് മനസ്സിലാക്കാൻ സാധിക്കുക? അങ്ങനെയൊന്നും ഈ ഹദീസിന് കിട്ടൂല. വളരെ കൃത്യമാണ്. ജീവിച്ചിരിക്കുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരികയാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്തിനാ കൊണ്ടുവരുന്നത്? മഴ ലഭിക്കുവാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹുവെ നിങ്ങൾ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കണം. അല്ലേ? മരണപ്പെട്ടവരടയാളന്മാരാക്കാമെങ്കിൽ, ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യ ഒന്നാമത്തെ പണി എന്താ? റസൂലിന്റെയും അബൂബക്കറിനെയും ഖബറിൽ പോയിട്ടല്ലേ പറയാ, ഈ ഖബറിൽ കിടക്കുന്ന റസൂലിനെയും അബൂബക്കർ സിദ്ദീഖിനെയും അടയാളന്മാരാക്കിക്കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മഴ കൊണ്ടാ എന്നല്ലേ പറയേണ്ടിയിരുന്നത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ. രണ്ടാമത്തേത് സൂറത്തു നിസായിലെ 64-ാമത്തെ ഒരു വചനമാണ്. ആ ആയത്ത് പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന്, പ്രവാചകനോട് അതിക്രമം കാണിച്ച ആളുകൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഇസ്തിഗ്ഫാർ നടത്താതെ, പൊറുക്കലിനെ തേടാതെ അള്ളാഹു ആ കൂട്ടർക്ക് പുറത്തു കൊടുക്കൂല എന്ന് പരാമർശിക്കുന്ന ആയത്ത്. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന് ഇസ്തിഗ്ഫാർ നടത്തിയാലേ അള്ളാഹ് പുറത്തു തരുള്ളൂ എന്നർത്ഥം. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റസൂൽ മരണപ്പെട്ടാലും റസൂലിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇതാണ് തെളിവ്. ഒന്ന് ആലോചിച്ച് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആ ആയത്തിന് തഫ്സീർ ചെയ്ത പണ്ഡിതന്മാർ എഴുതി വെച്ചു, വഅന്ന ഹാദൽ മജീഉ, റസൂലുള്ളാഹിന്റെ അടുക്കലേക്കുള്ള ഈ വരവുണ്ടല്ലോ, ഇസ്തിഗ്ഫാർ നടത്താനുള്ള വരവ്, മുഖ്തസ്സുൻ ലിഹയാത്തിഹി, റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലേക്ക് പ്രത്യേകമായിട്ടുള്ള, അത് അമ്മായിട്ട് പൊതുവായിട്ട് പറഞ്ഞതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് അള്ളാഹ് എടുത്തു പറഞ്ഞ സംഗതിയാണ്. വിശദീകരിക്കുന്നില്ല, ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഏതായാലും ഈ 3 വഴികളിലൂടെയാണ് അള്ളാഹ് അനുവദിക്കപ്പെട്ട തവസ്സുൽ, ഇസ്ലാം അനുവദിക്കപ്പെട്ട തവസ്സുൽ. ഒന്ന്, പടച്ച റബ്ബിന്റെ നാമഗുണ വിശേഷണങ്ങൾ പറഞ്ഞു ഇബാദത്തുകൾ ചെയ്തും അള്ളാഹിലേക്ക് അടുക്കുക. രണ്ടാമത്തേത്, നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. മൂന്നാമത്തേത്, ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ആളുകളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. ഇതല്ലാത്ത തവസ്സുലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏത് രൂപവും ഇസ്ലാം നിഷിദ്ധമാണെന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യരെ വഴിതെറ്റിപ്പിക്കുന്ന ഷിർക്കാണ് എന്നും വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കുക. സംഘടന പക്ഷപാതിത്വമില്ലാതെ ദീനിനെ ദീനായിക്കൊണ്ട് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.